എത്താൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്തു. ഞാൻ ഈ ഇതിനു മുമ്പ്, അതായത് ഒരു സർക്കാർ ജീവനക്കാരായി വരുന്നതിന് മുമ്പ് ഏറെക്കാലം PSC ക്ലാസ് എടുക്കുകയും അങ്ങനെ ചില രംഗങ്ങളിലൊക്കെ ട്യൂഷൻ സെന്ററുകളിലൊക്കെ നടന്ന ഒരാളാണ്. ഒപ്പം ഈ ഡിപ്പാർട്ട്മെന്റ് എത്തിയ ശേഷവും ഞാൻ ആദ്യം എനിക്ക് കുറേ കാലം ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ കാലത്തെ സർവീസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് എത്തിയത്. ട്രഷറി ഡിപ്പാർട്ട്മെന്റ് വന്ന ശേഷവും അല്ലാണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ട്രഷറി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സീനിയർ ഓഫീസർമാർ മുതൽ LD ക്ലാർക്ക് വരെയുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. പുതിയ പുതിയ കമ്പ്യൂട്ടറൈസേഷനും പുതിയ പുതിയ ഓപ്ഷനും ഒക്കെ വരുമ്പോൾ അവർക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കുന്ന സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ഇതിനാവശ്യമായ ട്രെയിനിങ് അനിവാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംസ്ഥാനതല കോർഡിനേറ്ററായിട്ട്, പ്രധാന കോർഡിനേറ്ററായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല പരിശീലനം, ആത്മസമർപ്പണം, നിങ്ങളൊക്കെ ഒരു നല്ല ആത്മസമർപ്പണം, ഒരു ഇച്ഛാശക്തി, ഒരു ആഗ്രഹം, വലിയൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ സർക്കാർ ജീവനക്കാരനായി തീരും. നമുക്കൊക്കെ ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള എന്താ, നമ്മുടെ ഭാവി ശോഭനമാണ്, നല്ല സുരക്ഷിതമായ ഒരു ഭാവി ജീവിതം കൈപ്പിടിയിലെത്തും. ഒരു സർക്കാർ ജോലി കിട്ടിയാൽ തീർച്ചയായും ജീവിതം സുരക്ഷിതമാണ്. ഇപ്പം പെൻഷനൊക്കെ ഒരു പക്ഷേ നമ്മുടെ കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും 60 വയസ്സ് വരെ സർവീസ് ചെയ്യാം. 60 വയസ്സ് വരെ സർവീസ് ചെയ്ത കാലയളവിൽ ഉണ്ടാകുന്ന നല്ല ശമ്പളം, നല്ലൊരു ശമ്പളം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത്. ഞങ്ങളൊക്കെ സർവീസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ചെറിയ ശമ്പളമായിരുന്നു. അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട, നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ കഴിയുന്ന, അനാവത്ത് ചിലവില്ലാത്ത കുറ്റം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു സുരക്ഷിതമായ ജീവിതം അതെത്താൻ ഈ ജോലി, ഞങ്ങളൊക്കെ LD ക്ലാർക്കായിട്ടാണ് സർവീസ് വന്നത്. മറിച്ച് അതിനേക്കാളൊക്കെ ഉയർന്ന ശമ്പള സ്കെയിലാണ് ഈ ജോലി എന്ന് പറയുന്നത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് വരാൻ കഴിയുന്ന, നിങ്ങൾക്കെല്ലാം വരാൻ കഴിയും. അതിനുള്ള ഒരു ഓറിയന്റേഷൻ ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. അതിലേക്ക് ഓരോരുത്തരും ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാകണം. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഒരു ആത്മസമർപ്പണം, ഇച്ഛാശക്തി, അദമ്യമായ ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ആഗ്രഹം ഉണ്ടാകണം. നമ്മളൊക്കെ ഇതിലേക്ക് ജോലി മേടിച്ചേ അടങ്ങും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊക്കെ വരാൻ കഴിയും. ഈ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഇതിലെ ആദ്യമേ ഇവർക്ക് ആവശ്യമായ ചില സാമ്പത്തിക കാര്യങ്ങൾ ആവശ്യമായി. ഇതിനാവശ്യമായ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് സാമ്പത്തിക ചെലവുണ്ടായിരുന്നു. മറ്റ് കമ്പ്യൂട്ടർ സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക ചെലവുണ്ടായിരുന്നു. ആ അവസരത്തിൽ അവർ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞത്, അപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടതിന്റെ കാര്യം, ഇവർ കഴിഞ്ഞ പരീക്ഷയ്ക്കും ഈ കഴിഞ്ഞ PSC എക്സാമിനേഷനും ഒരു 3-4 പേര് ഒരു ഗ്രൂപ്പായി ഇരുന്ന് പഠനം നടത്തും. ആ പഠനത്തിൽ ഉള്ള അത്യാവശ്യം ഈ സറൗണ്ടിങ് ചുറ്റുപാടുകളൊക്കെ ഞങ്ങൾ ഒരുക്കി കൊടുത്തപ്പോഴേ അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്തു. ഇവർക്ക് അതിന് ആവശ്യമുള്ള തലച്ചോറുണ്ട് ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു അതിലെ 1-2 പേരൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണ്. അപ്പം അങ്ങനെ നല്ല ബൗദ്ധികമായ നല്ല കഴിവുള്ളവരാണ്, ഒപ്പം നല്ല ആത്മസമർപ്പണമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്ക് അത് വിജയം കഴിക്കാൻ കഴിയും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ വിജയം ഉണ്ടാകും. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യാനും ബാക്കിയുള്ള, ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറെ കാലം PSC ഇപ്പോഴും നിലവിൽ അത്തരം ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, റിട്ടയർമെന്റ് ശേഷവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പ്രോത്സാഹനം എനിക്ക് തരാൻ കഴിയും. അതുകൊണ്ട് ഒരു പ്രധാന പ്രൊമോട്ടറായിട്ട് ഞാൻ വരാം, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് അവരെ എന്നെ ആ കാര്യത്തിൽ ഒരു മാനേജ്മെന്റ് ബോർഡിലേക്ക് എടുത്തിട്ടുള്ളതും അതിന്റെ കാര്യങ്ങൾ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ കഴിയും. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 5-6 കുട്ടികൾ ആരംഭിച്ച് ഒരു 10-20 കുട്ടികളെ എങ്കിലും കിട്ടുമെന്ന തരത്തിലേക്ക് ആരംഭിച്ചു. 10-25 കുട്ടികളെയൊക്കെ ഉള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യം തുടങ്ങുമ്പോൾ, 50 താഴെ തന്നെ. പക്ഷെ ആ ഓൺലൈൻ ക്ലാസ്സിൽ അവർക്ക് 100-ലധികം കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ വന്നു. അവരാരും ഒരു വിരുദ്ധ അഭിപ്രായം, അതായത് നെഗറ്റീവായിട്ടൊരു, അവരെ ഒരു പക്ഷേ ഒരു ഗൂഗിൾ ഷീറ്റിലൂടെ ഇതിനെ സംബന്ധിച്ച് മാർക്ക് കിട്ടാൽ നെഗറ്റീവ് മാർക്സ് വളരെ കുറവായിരിക്കും. എക്സലന്റ് എന്നാണ് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്, ഇല്ലേ? അല്ലാതെ അവരുടെ കമന്റുകളൊക്കെ എക്സലന്റ് എന്ന് തന്നെയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം കുറവുണ്ട്. ഇപ്പം ഇവിടെ തന്നെ കറണ്ട് ഇല്ല, ഞങ്ങൾ അത്യാവശ്യം മറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നെറ്റിന് കുറവുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കുറച്ച് കുട്ടികൾ കുറവുണ്ടെങ്കിൽ പോലും അത് നന്നായി അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ ഓൺലൈൻ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് കൂടെ ചോദിച്ചാൽ മതി, അവർക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ക്ലാസ് നന്നായി ഫോളോ ചെയ്യുകയും അവരുടെ ഗൈഡൻസിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ്സിൽ ഉണ്ടാകും. അതായത് ഇവിടെ റാങ്ക് ലിസ്റ്റിൽ അടുത്തുണ്ടാകുന്ന റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി വരാൻ പോകുന്ന മുനിസിപ്പൽ കോമൺ സർവീസിലെ, അതായത് മുനിസിപ്പാലിറ്റി, നമ്മുടെ ഏറ്റവും സാമ്പത്തികമായി ആരോഗ്യരംഗത്ത് വലിയ അനിവാര്യമായ സേവനങ്ങൾ നടത്തുന്ന പ്രദേശമാണ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിക്കപ്പെടും. അവിടെ നിരവധിയായ പോസ്റ്റുകളുണ്ട്, നിരവധിയായ ഒഴിവുകളുണ്ട്. ആ ഒഴിവുകൾ അവിടെ നല്ല അധികാരമുള്ള ഒരു ഓഫീസാണ്. അവിടെ നമ്മളെ വിളിക്കുന്ന പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് വിളിക്കുമ്പോൾ പോലും നല്ല
രണ്ട് നല്ല അധികാരം. അതായത് ആ മുനിസിപ്പൽ പ്രദേശത്തെ വലിയ ഒരു ടൗൺ പ്രദേശത്തെ ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും അതിന് ചുക്കാൻ പിടിക്കുകയും അതിന് മുന്നോട്ട് കൊണ്ടുപോവുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നവരാണ് അവിടുത്തെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ. ആ പോസ്റ്റിലേക്ക് ഉടനെ തന്നെ ഒരു വിജ്ഞാപനം ഉണ്ടാവും. ആ വിജ്ഞാപനം വന്നാൽ ആ വിജ്ഞാപനത്തിൽ നിങ്ങളുടെ ഈ ട്രെയിനിങ്, ഈ പരിശീലനം, നിങ്ങളുടെ ഈ ആത്മസമർപ്പണം, നിങ്ങളുടെ ഇച്ഛാശക്തി, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങൾക്കുള്ള ആഗ്രഹം കുറച്ചുകൂടി വിപുലപ്പെടുത്തി പോയാൽ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ആ റാങ്ക് ലിസ്റ്റ് പെടുകയും ഈ സമീപഭാവിയിൽ, അത് കൊച്ചു ഷോർട്ട് പീരീഡ്, വിത്തിൻ എ ഷോർട്ട് പീരീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുകയും ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇവരുടെ ആ ഒരു എന്തൂസിയാസ്റ്റിക് മെന്റാലിറ്റി, ഈ കുട്ടികളുടെ ഇതിന് പ്രൊമോട്ടർമാരായി ഇതിന്റെ സംഘാടകരായി വന്നിരിക്കുന്നത് എല്ലാവരെയും വിജയിപ്പിക്കണം. അത് ഒരു മൈനസ് പോലും, ഒരു നെഗറ്റീവ് പോലും ഉണ്ടാകാതെ മുഴുവൻ പേരും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് ഇത് ഗംഭീരമാക്കുവാൻ, വളരെ ഗംഭീരമാക്കുവാൻ, ഒരു പോയിന്റ് പോലും, ഒരു നെഗറ്റീവ് പോലും അവരുടെ ഡിസ്കഷനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഡിസ്കഷനിലൊക്കെ അവർ ഒരു നെഗറ്റീവ് പോലും ഉണ്ടാകാതെ അവർ പൂർണ്ണ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇനി അടുത്തൊരു സംരംഭം, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സംരംഭം വന്നിരും. ഓൺലൈനാകുമ്പോൾ ചില പരിമിതികളുണ്ടാകാം. അവർ ഓഫ്ലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ് അടുത്ത 6-ാം തീയതി ഞായറാഴ്ച. അതിന്റെ എനിക്ക് തോന്നുന്നു കൊല്ലത്താണ് അവർ ആദ്യം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. മറ്റു ജില്ലകളിലും അത്തരത്തിൽ സ്ഥാപനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം, ഈ രംഗത്ത് വലിയ മുന്നേറ്റം തുടങ്ങാൻ അവർക്ക് കഴിയും. അതിനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് നല്ല ആത്മസമർപ്പണമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ഈ ടൈറ്റനിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിച്ചേരുകയും ഒപ്പം സർക്കാർ ജോലി 6 മാസത്തിന്, ഒരു വർഷത്തിനകത്ത് നമ്മൾ വീണ്ടും കാണുമ്പോൾ ഞാൻ നിങ്ങളോട് സമ്മതിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം സർക്കാർ ജോലി കിട്ടിയവരായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഒരു ഇൻട്രഡക്ഷൻ നടത്തി അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി നമ്മുടെ ടൈറ്റന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മെന്ററിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇപ്പോ ഞാനും ഞങ്ങളുടെ കൂട്ടുകാരും, അതായത് ഒരു പറ്റം സുഹൃത്തുക്കളും ജോസ്കോ പാരാമെഡിക്കൽ എന്ന് പറയുന്ന ആലപ്പുഴയിലെ ഇടപ്പോണുള്ള കോളേജിൽ പഠിച്ചവരാണ്. അപ്പോ നമുക്ക് ആദ്യമായി ഞങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുത്തപ്പോൾ നമുക്ക് കുറച്ച് അനുഭവങ്ങളുണ്ടല്ലോ. അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിച്ചു വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം അഡ്മിഷൻ എടുത്ത ഏകദേശം 3-4 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സീനിയേഴ്സിന്റെ റിസൾട്ട് വന്നു. സീനിയേഴ്സിന്റെ റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കോളേജിന്റെ റിസൾട്ട് മോശമാക്കി പറയുകയല്ല, അവിടെ സംഭവിച്ചിരുന്ന ഏകദേശം 4 പേർ മാത്രമാണ് ഈ കോഴ്സിന് പാസ്സായത്. അപ്പൊ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സ് പഠിച്ച ഇനി പാസ്സാവാൻ പോകുന്നില്ല, നമ്മളെല്ലാം ഒന്ന് പെട്ടു എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ആ കോളേജിലേക്ക് വന്ന് ജോയിൻ ചെയ്തത്. പിന്നീട് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. അതോടൊപ്പം നമ്മുടെ സീനിയേഴ്സിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ മാക്സിമം എഴുതാവുന്നതിന്റെ പരമാവധി എഴുതി, എന്നിട്ട് പോലും ഞങ്ങളെ പാസ്സാക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഞങ്ങളോട് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് ഫീൽഡ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഞങ്ങൾ ഒരു PHS പോവുകയും അവിടെ വെച്ച് ഞങ്ങളുടേതായ രീതിയിൽ എങ്ങനെയെങ്കിലും നമുക്ക് പാസ്സായി പോകണം എന്നുള്ള രീതി കണ്ടെത്താൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള തന്നെ കുറച്ച് പേർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യുകയും ഏകദേശം 10 കൊല്ലം പിന്നോടുള്ള ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും, അതായത് 5 മാർക്കിന്റെയും 10 മാർക്കിന്റെ ആയാലും സ്ഥിരമായി ചോദ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അതിനുവേണ്ടി കൂടുതൽ ഫോക്കസ് കൊടുക്കുകയും അങ്ങനെ പഠിച്ചു വരികയും ചെയ്തു. ഈ സംഭവങ്ങൾ തന്നെയാണ് ഏകദേശം PSC എക്സാമിനും നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ എക്സാമിനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് ഏകദേശം ഒരു 60% ഏത് എക്സാമിന് ഏത് PSC, ഇനിയിപ്പോ LD ആയാലും LGS ആയാലും ഇങ്ങനെ ഏത് എക്സാം ആയാലും, എന്തിനേറെ പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ എക്സാം ആണെങ്കിൽ പോലും അതിൽ പോലും ഏകദേശം 60% ചോദ്യം ചോദിക്കുന്നത് പ്രീവിയസിൽ നിന്ന് മാത്രമായിരിക്കും. ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് തോന്നിയ ഐഡിയ ആണ്, ഞങ്ങളപ്പോ അതിനകത്ത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ എഴുതി ഒരു പേപ്പറിൽ സൂക്ഷിക്കുകയും അത് ഫസ്റ്റ് ഇയറിലായാലും സെക്കൻഡ് ഇയറിലായാലും അങ്ങനെ ഞങ്ങൾ എഴുതി സൂക്ഷിച്ച ചോദ്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെയാണ് പഠിച്ച എന്ന ഐഡിയ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ PSC എക്സാമും പിന്നീട് മറ്റ് കോഴ്സും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു പേജ് തുടങ്ങുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഏപ്രിലായിരുന്നു ആ പേജ് തുടങ്ങിയെന്ന് തോന്നുന്നു. ആ പേജിൽ നമ്മൾ എഴുതി വെച്ച, അതായത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഇനി വരാൻ പോകുന്ന ചോദ്യം ആയിരിക്കുമെന്ന് പറഞ്ഞ് എഴുതി വെച്ച ചോദ്യങ്ങൾ
നിങ്ങളിലേക്ക് നൽകുകയും വന്ന അടുത്ത എക്സാമിന് ഏകദേശം 80% ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത ചോദ്യം മാത്രമാണ് വന്നതെന്ന് മനസ്സിലാക്കി ഫസ്റ്റ് പേപ്പറിന്റെ എക്സാം, അതായത് ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് പേപ്പറിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ, അതായത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഞങ്ങളുടെ പേജിലേക്ക് പിന്നീട് സംഭവിച്ച ഒരു കുത്തൊഴുക്കായിരുന്നു. ആൾക്കാർ ഒരുപാട് പേര് വരികയും അവർ നമ്മളുടെ ചോദ്യത്തിനെ പറ്റി ചോദിക്കുകയും ഇത് ഇനി അടുത്ത എന്ത് പഠിക്കണം എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുകയും അതിന്റെ ഫലമായി നമ്മൾ അവർക്ക് വ്യക്തമായ മറുപടി നൽകി. ഇത് പഠിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള സംശയം അബ്രിവേഷൻ ആയാലും ഷോർട്ട് ആൻസർ ആയാലും എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ഓരോരുത്തരും നമ്മളുടെ ഇൻസ്റ്റാ പേജിൽ വന്ന് ചോദിച്ചു. അതിന് അപ്പോൾ നമ്മൾ മറുപടി നൽകാൻ തുടങ്ങുകയുണ്ടായി. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞു, ഏകദേശം എക്സാം കഴിഞ്ഞു. അതിനുശേഷം ഓരോരുത്തർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു PSC കോച്ചിങ് സെന്റർ MCSന് വേണ്ടി തുടങ്ങിക്കൂടാ എന്ന നിരന്തരം റിക്വസ്റ്റിന്റെ ഫലമായി ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏകദേശം ജൂലൈ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പോലും നമ്മളുടെ റിക്വസ്റ്റ് വളരെയധികം കൂടുതലായതുകൊണ്ട് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ജൂലൈ 14, 2024 നമ്മളൊരു പോൾ ഇടുകയും, അതായത് വരുന്ന MCS എക്സാമിന് ഞങ്ങൾ ഓൺലൈൻ കോച്ചിങ് തുടങ്ങിയാൽ നിങ്ങളിൽ എത്ര പേർ ഞങ്ങളോടൊപ്പം പങ്കുചേരും എന്നതായിരുന്നു നമ്മളുടെ ചോദ്യം. അതിന് ഏകദേശം 87% ആൾക്കാർ, അതായത് 454 ആൾക്കാരോളം നമ്മളോടൊപ്പം നിൽക്കും എന്ന് നമ്മൾക്ക് ഉറപ്പ് നൽകുകയുണ്ടായി. വെറും തുച്ഛമായ ശതമാനം, അതായത് 13% മാത്രമാണ് നമ്മളോടൊപ്പം നിൽക്കില്ല എന്നുള്ള മറുപടി നൽകിയത്. അതിന്റെ ഫലമായി അപ്പോഴും നമുക്കറിയാമായിരുന്നു ഈ എന്ത് വന്നാലും അതിലെല്ലാം യെസ് അല്ലെങ്കിൽ നോ കുത്തുന്ന ഒരു കൂട്ടം മലയാളികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോഴും നമുക്ക് ഉറപ്പുണ്ടായിരുന്നു നമുക്ക് ഇത്രയൊന്നും പിള്ളേർ, അതായത് 20-30 സ്റ്റുഡൻസ് ഒതുങ്ങുന്ന ഒരു കോച്ചിങ് സെന്ററായി മാറുക, അവർക്ക് നല്ലൊരു റിസൾട്ട് വാങ്ങിച്ചു കൊടുക്കുക, അതിലൂടെ നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിന്റെ ഫലമായി ഈ ഐഡിയ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഫാദറിനോട് പറയുകയും അദ്ദേഹം നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് നൽകുകയും ചെയ്തു. അതിന്റെ ഫലമായാണ് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കാര്യമായി തുടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയത്. അടുത്ത സ്ലൈഡ്. നെക്സ്റ്റ്. നമ്മൾ ഇട്ട പോളിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ജൂലൈ 28 സൺഡേയിൽ നമ്മൾ അതിന്റെ ഫലമായി ഒരു ഓറിയന്റേഷൻ ക്ലാസ് നടത്തുകയും ആ ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഏകദേശം 100ഓളം ആൾക്കാർ മുകളിൽ വരികയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധ്യത ഉണ്ടാവുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ് തുടങ്ങുകയും പിന്നീട് ഏകദേശം ആഗസ്റ്റ് 5 കൂടി നമ്മളുടെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയുമാണ് ഉണ്ടായത്. നെക്സ്റ്റ്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പല കാര്യങ്ങളിലും നമ്മൾ അവരെ കോപ്പി ചെയ്യുന്നു എന്നുള്ള ധാരണയാണ് പല കാര്യങ്ങളിലും അവരുന്നയിക്കുകയുണ്ടായത്. അടുത്ത സ്ലൈഡ് കിട്ടും. നെക്സ്റ്റ്. ഇനി നമ്മുടെ അടുത്തൊരു തെറ്റായ ഇൻഫർമേഷൻ പല ഇൻസ്റ്റിറ്റ്യൂഷനും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും. പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഇടയിൽ പല തെറ്റായ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ സ്ലൈഡുകൾ കോപ്പി ചെയ്യുന്നു എന്നും മറ്റും തെറ്റായ ധാരണകൾ മറ്റു വിദ്യാർത്ഥികളുടെ ഇടയിൽ പരത്തുകയും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കെട്ടിത്താഴ്ത്തുവാനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായി നമ്മളുടെ ഗ്രൂപ്പിൽ, അതായത് നമ്മളെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ തന്നെ അവർ ആ തെറ്റിദ്ധാരണ പരത്തുകയുണ്ടായി. അതിനായുള്ള ഒരു തെളിവാണ് ഞാനിവിടെ പറയുന്നത്. അതായത് അവർ നമ്മളെ നിരന്തരം പല രീതിയിലും, അതായത് നമ്മുടെ ഫാക്കൽറ്റീസിനെ വിളിച്ചിട്ടായാലും പല രീതിയിലും നമുക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തി. കാരണം എല്ലാം കുട്ടികളാണ്, അവരെ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ അവർ ഇതിട്ടേച്ച് പോകും എന്നുള്ളൊരു തെറ്റായ ധാരണ അവരിലുണ്ടായിരുന്നു. അതിന്റെ ഫലമായി നമ്മളുടെ ഫാക്കൽറ്റീസിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനു അവിടെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ലൈഡ് ഞങ്ങളുടേതാണ് എന്നുള്ള രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. പിന്നീട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരാൾ കടന്നു കയറുകയും അദ്ദേഹത്തെ നമ്മൾ കണ്ടുപിടിച്ച് പുറത്താക്കിയപ്പോൾ അദ്ദേഹം നമ്മളെ തിരിച്ചു വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു കോട്ടിന്റെയോ മറ്റോ എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഞങ്ങളുടെ സ്ലൈഡ് മോഷ്ടിക്കുന്നു എന്നുള്ള ധാരണയിൽ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ അവർ അഡ്വക്കേറ്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്
അവർ നമ്മളുടെ പേജിലല്ല നമ്മുടെ ഗ്രൂപ്പിൽ കയറി എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് 5-ാം തീയതിയാണ്. പക്ഷെ അതിനു മുമ്പേ പുള്ളി ഇതിൽ നമ്മുടെ പേജിൽ അഡ്മിഷൻ എടുത്തു എന്നുള്ള തെളിവാണ്, അഡ്മിഷൻ അടച്ച ഫീസിന്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ വ്യക്തമായി കാണിച്ചിരിക്കുന്നുണ്ട് 4/8 നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫീസ് അടച്ചത്. നെക്സ്റ്റ് സ്ലൈഡ്. പിന്നീട് അവർ മോഷ്ടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടേതായ പല ഐഡിയകളും അവരാണ് മോഷ്ടിക്കുന്നത്. അതിനുള്ള തെളിവുകൾ പുറകെ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആളിലേക്ക് പോകും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ വളരെ അടുത്ത ദിവസങ്ങളിലായി ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരായി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആരോപണം വരികയുണ്ടായി. തീർച്ചയായും അങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ അത്തരം ആരോപണങ്ങളെ നമ്മൾ പരിഗണിക്കുകയും ഗൗരവമായ അത്തരം ആരോപണങ്ങളെ പരിഗണിക്കുകയും അത്തരം ആരോപണങ്ങൾക്കുള്ള അത് ഇനി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളിലേക്കും അവരിലേക്കും എത്തിക്കാനുള്ള ഒരു വിശദീകരണം നൽകാൻ തീർച്ചയായും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അതിനൊരു വിശദീകരണം എന്താണ് യഥാർത്ഥ സ്ഥിതി എന്നുള്ളൊരു വിശദീകരണം തരാനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പം ആരോപണം മറ്റൊന്നും ആയിരുന്നില്ല. നമ്മളെ തൊട്ട് മുമ്പുള്ള ആൾ പറഞ്ഞു, നമ്മുടെ മെന്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലൈഡ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് തുടക്ക ക്ലാസ്സുകളിൽ എടുത്ത ഒരു ക്ലാസ് ആയിട്ടുള്ള അനാട്ടമി ക്ലാസ്സിൽ പഠിപ്പിക്കുകയുണ്ടായ കുറച്ച് സ്ലൈഡ് മറ്റ് പ്രമുഖ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് വളരെ സാമ്യത ഉണ്ടെന്നും അത് അവരുടേത് കോപ്പി അടിച്ചതാണെന്നും പറഞ്ഞായിരുന്നു നമുക്കെതിരെ ഉന്നയിച്ച ആരോപണം. എന്നാൽ ആ ആരോപണത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ, നിങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യസ്ഥയാണ്. അപ്പൊ ഞങ്ങൾ ആ അനാട്ടമിയിലെ ഡോക്ടർമാരെ കൊണ്ടാണ് ഞങ്ങൾ അനാട്ടമി ക്ലാസ് എടുപ്പിച്ചിരുന്നത്. അപ്പൊ അവരാണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇഷ്ടത്തിന് ആ ടോപ്പിക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ഇഷ്ടത്തിനാണ് അവർ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അത്തരം സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ, നമുക്കറിയാം നമ്മുടെ അനാട്ടമി ഒക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലുള്ള വിഷ്വൽ ആയിട്ടുള്ള ഡയഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അത്തരം ഡയഗ്രങ്ങളും ചാർട്ടുകളും ഒക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരം സെർച്ച് ചെയ്ത ആ ചാർട്ടുകൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരായിരിക്കും. അപ്പൊ അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലും കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ താല്പര്യപ്പെടുകയും അത് നമ്മളിൽ എത്തിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ അങ്ങനെയുള്ള ഇതിലോ നമ്മൾ സ്പൈകളെ ഒന്നും അങ്ങനെ വെച്ചിട്ടില്ല. തീർച്ചയായിട്ടും അവരങ്ങനെ ഉദ്ദേശിക്കുന്നത് വേറെ ആരും തന്നെയല്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും, 2ഓ അതിലധികം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ തന്നെ ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്. അപ്പൊ അതില് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പലതായിട്ട് പഠിക്കുന്നവരെ തെറ്റിദ്ധരിച്ച് ഒരു ചെറിയ ടെക്നിക്കൽ എറർ ഉണ്ട്. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്താൽ കൊള്ളാം. അപ്പം നമുക്കത് പറഞ്ഞു പോവാം. അപ്പൊ അത്രയും ഈ പറയുന്ന കാര്യങ്ങൾ പരിഹരിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ ആരോപണം ഇതായിരുന്നു, ആ സ്ലൈഡുകളിൽ ഈ പറഞ്ഞ സാമ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അത്തരം പരിപാടികൾക്ക് നമ്മൾ നിൽക്കാറില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു സ്ലൈഡിൽ ഇങ്ങനെ ഒരു സാമ്യത വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അതൊരു യാദൃച്ഛികമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് മറ്റ് സെന്ററുകളുമായി യാതൊരു വിധവുമായിട്ടുള്ള ഒരു റൈവൽ മെന്റാലിറ്റി ഒന്നും വെച്ച് പുലർത്താൻ ഞങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങളിൽ ചിലരെങ്കിലും മുമ്പ് പഠിച്ചിറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. അപ്പൊ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളോട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ബഹുമാനം മാത്രമാണ്. ഞങ്ങൾക്ക് മത്സരിക്കാനുള്ളത് ഞങ്ങളോട് തന്നെയാണ്. എന്നാൽ പോലും പുതിയ ഐഡിയാസും മികച്ച ക്ലാസ്സുകളും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനായി ആരോഗ്യപരമായ ഒരു മത്സരത്തിന് ഞങ്ങൾ എന്നും തയ്യാറാണ്. അപ്പൊ അത് ഇനിയും തുടർന്ന് തന്നെ പോകും. ആ മത്സരത്തിന് ഞങ്ങൾ എപ്പോഴും മുൻപന്തിയിൽ തന്നെ കാണുമെന്ന് ഞങ്ങൾ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ സ്ലൈഡുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ മൊബൈലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ അനാട്ടമി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്നോ
അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്തുള്ള ആ സ്ലൈഡുകളുടെ ആ സാമ്യത നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ എന്തെങ്കിലും ഇങ്ങനെ സാമ്യത ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അത് തീർച്ചയായിട്ടും ഒരു യാദൃച്ഛികമായി സംഭവിച്ചതാണ്. നമ്മുടെ മറ്റു ക്ലാസ്സുകൾ ചെക്ക് ചെയ്താൽ പോലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഓൾറെഡി പഠിക്കുന്ന മറ്റു കുട്ടികൾ ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട്, അവർക്ക് ഈ കാര്യം ബോധ്യമാണ്. മറ്റു പല ക്ലാസ്സുകൾ നമ്മൾ ഇതുവരെ 20 ക്ലാസ്സുകളോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുത്തു പോകുന്നുണ്ട്. ആ ക്ലാസ്സുകളിൽ ഒന്നും തന്നെ നമ്മളിത് മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി, നമ്മുടെ കോഡുകളും നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചെറിയ രസകരമായിട്ടുള്ള കോഡുകളിലൂടെയും ഒക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ മറ്റൊരു ആരോപണം ഉയർന്നു വന്നായിരുന്നു, നമ്മുടെ ക്ലാസ് എടുക്കുന്നത് കൊച്ചുകുട്ടികളാണ് അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണെന്ന്. പക്ഷെ അങ്ങനെ നമുക്ക് ഒരു പഠിപ്പിക്കാനൊരു സ്കില്ലിന് പ്രായം ഒരിക്കലും ഒരു തടസ്സമാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പഠിപ്പിക്കാൻ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കാൻ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാളുടെ പ്രായം ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ അതൊരു മാനദണ്ഡമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനാണെങ്കിൽ വർഷങ്ങളായിട്ട് ഹയർ സെക്കൻഡറിയിൽ കെമിസ്ട്രി എടുക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. അപ്പൊ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കയറി ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾക്കറിയാലോ, ഇപ്പം കാലം മാറിയതൊക്കെ നിങ്ങൾക്കും അറിയാം. ഇപ്പം പല രീതിയിലും പല ക്ലാസ്സുകൾ, ഇപ്പൊ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളാണെങ്കിലും PSC ക്ലാസ്സുകളാണെങ്കിലും എടുക്കാനായിട്ട് നമ്മളെ രീതിയിൽ നമ്മുടെ വേവ് ലെങ്തിൽ മനസ്സിലാക്കി തരാൻ പറ്റുന്നത് പുതിയ ജനറേഷൻ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ആ പഴയ കാലം മാറി. പണ്ടത്തെ ഈ പറയുന്ന രീതിയിൽ നല്ല പ്രായമുള്ള മാഷന്മാർ വന്ന് അവരെ ഭയഭക്തി ബഹുമാനത്തോടെ ഇരുന്ന് പഠിപ്പിക്കുന്ന ആ കാലം മാറി ഇല്ലേ? നമ്മളോടൊപ്പം നമ്മുടെ ഒരു ചെറിയ ചേട്ടന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രായത്തിലുള്ളവർ പറഞ്ഞു തരുമ്പോൾ, ഒരു തമാശ രൂപത്തിലോ അല്ലെങ്കിൽ കോഡുകളുടെ രൂപത്തിലോ ഒക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും അതൊരു പ്രായമോ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യമോ ഒരു മാനദണ്ഡമോ അല്ല ഇവിടെ. അപ്പം ആ ക്ലാരിഫൈ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇനി അങ്ങനെ ഈ പറയുന്ന രീതിയിൽ കോപ്പിയടികളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ, ഞങ്ങൾ കൊണ്ടുവന്ന പല ഐഡിയാസും പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതിനുശേഷം കൊണ്ടുവരുന്നതായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും കൊണ്ടുവരുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് ചില ഉദാഹരണങ്ങൾ ഞങ്ങൾ നിരത്തുവാണ്. ഈ പറയുന്ന രീതിയിൽ നമ്മൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന DHIC കോഴ്സിലെ വിദ്യാർത്ഥികൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, അവർക്ക് MCS പരീക്ഷ എഴുതാൻ പറ്റുമോ, അവര് പാസ്സായി ഇറങ്ങുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ക്ലാസ്സിന് ഇരുന്നാൽ അത് നഷ്ടമാവില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്ത ഒരു ഓഫർ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ക്ലാസ്സിന് കയറി ഇൻ കേസ് അവർക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവർക്ക് ഫീസ് റീഫണ്ട് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ. പിന്നീട് അത് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും അത് കൈക്കൊള്ളുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് പഠിക്കാനാണെങ്കിലും കൂടി വിനോദത്തിനോടൊപ്പം തന്നെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും പോലെയുള്ള സോഷ്യൽ മീഡിയകളാണ്. അപ്പൊ ആ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചത്. അപ്പൊ ആ സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഇട്ട ട്രിക്കി കോഡുകളും അത്തരം കാര്യങ്ങളൊക്കെ മറ്റ് നിർജീവമായി കിടന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അത് കണ്ട് ഉണരുകയും അവരും അവരുടെ സ്റ്റുഡൻസിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് പിന്നീട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യമേ തന്നെ പ്രൊവൈഡ് ചെയ്ത, നിങ്ങളെ ഒരു മോട്ടിവേറ്റ് ചെയ്യുക, പഠിക്കുന്നതിനോടൊപ്പം തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന മന്ത്ലി എക്സാമിന് കൊടുത്ത ക്യാഷ് പ്രൈസുകൾ അത് കണ്ടപ്പോഴത്തേക്ക് പിന്നീട് അങ്ങോട്ടുള്ള മന്ത്ലി എക്സാമുകൾക്ക് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഇതേ കണക്ക് വെക്കുകയുണ്ടായി. ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ. ഞങ്ങൾക്ക് ഇതേ കണക്ക് ഞങ്ങളെ കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞ് പോവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഈ പറയുന്ന കാര്യങ്ങൾ, പുതിയ ഐഡിയാസ് എടുക്കാൻ പറ്റട്ടെ. അതാണ് ഞങ്ങളെ കണ്ടു പഠിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ്. അപ്പോൾ അതേപോലെയുള്ള ഡെയിലി പോളുകൾ നമ്മൾ എന്നും ഒരു ചെറിയ 10 ക്വസ്റ്റ്യനുകൾ വീതം അല്ലേ, എല്ലാ ദിവസവും കുറേശ്ശെ പഠിച്ചു പോയാൽ നിത്യാഭ്യാസി മല ചുമക്കുമെന്നല്ലേ. അപ്പം കുറേശ്ശെ നമ്മൾ എന്നും കുറച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് അവസാനം എത്തുമ്പോഴേക്കും നമുക്കത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അപ്പോൾ അതിനെ ഉദ്ദേശിച്ച് നമ്മൾ ഡെയിലി ഇട്ട പോൾ ക്വസ്റ്റ്യനുകൾ പിന്നീട് പലരും അനുകരിക്കുകയുണ്ടായി. അപ്പൊ അതൊക്കെ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ അതിൽ ഇത് കണക്ക് ക്ലെയിം ചെയ്യുകയൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആരാണ് ആദ്യം കൊണ്ടുവന്നത്. പക്ഷെ നമുക്ക് മറ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളോട് ബഹുമാനം തന്നെയാണ്. അവരും ഇത് കണക്ക് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം മക്കളെ, അപ്പം നമ്മുടെ ഇന്നത്തെ പ്രധാന അജണ്ടയിലേക്ക് പോകാം. അപ്പം നമുക്ക് മറ്റ് കാര്യങ്ങൾ ഇനി വഴിയെ നമുക്ക് പറയാം. അപ്പം നമ്മുടെ ഓൺലൈൻ ബാച്ച്, നമ്മൾ ഇതുവരെ പൊക്കോണ്ടിരുന്ന ഓൺലൈൻ ബാച്ച് നമ്മൾ ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ്. എന്ന് വെച്ചാൽ ഓൺലൈനോടൊപ്പം തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനോടൊപ്പം തന്നെ ഓഫ്ലൈൻ പഠിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹൈബ്രിഡ് ബാച്ചിന്റെ അല്ലെങ്കിൽ ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പൊ നിങ്ങൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ പലരെങ്കിലും വരാനായിട്ട് ഉദ്ദേശിക്കുന്നവരും കൂടുതലും ഉദ്ദേശിക്കുന്നത് എന്നും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോടൊപ്പം തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഓഫ്ലൈൻ എന്ന് പറയുന്ന ഹൈബ്രിഡ് സെക്ഷനായിട്ട് മാറുമ്പോൾ അങ്ങനെ ഒരു സാധാ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ കാര്യങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഓഫ്ലൈൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില വ്യത്യസ്ത കാര്യങ്ങളും ഉണ്ട്. എന്നാൽ അതേപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൺവെൻഷനലായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ എന്തൊക്കെ കൊടുക്കുന്നോ അത് എല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ വേണ്ടുന്ന നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നന്നായിട്ട് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഹൈബ്രിഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വ്യക്തമാക്കാം എന്തൊക്കെയാണെന്ന്. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മളെ ഓഫ്ലൈൻ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണോ ആദ്യമേ എവിടെയാണെന്നൊക്കെ അറിയുന്നതിന് മുമ്പ്, ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസിന്റെ കീ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്, കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. നമുക്കറിയാം നമ്മുടെ NCS എക്സാം K-PARK എന്ന് പറയുന്ന 1050ഓളം പേജുള്ള ഒരു വലിയ ടെക്സ്റ്റ് ബുക്കും അതേപോലെ തന്നെ അനാട്ടമിയും പിന്നെ മറ്റ് അനുബന്ധ ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളുമായിട്ടാണ്. അപ്പം നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് മാർക്കിൽ മുൻപന്തിയിൽ എത്താൻ പറ്റുന്നത് K-PARK എന്ന് പറയുന്ന ടെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ടൊരു നിങ്ങളെ ഒന്ന് ഫെമിലറൈസ് ആക്കാൻ അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് കൂട്ടുകൂടാൻ K-PARK ടെക്സ്റ്റ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കാനുള്ള ഉദ്ദേശമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് അതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കും. പക്ഷേ എന്നാൽ ഒരുപാട് ക്ലാസ്സുകൾ ആയിരിക്കില്ല. നമ്മൾ അതിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കുകൾ വേണ്ടത്, ഓഫ്ലൈൻ എടുത്ത് തരേണ്ടതെന്ന് നോക്കിയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. K-PARK ടെക്സ്റ്റ് നിങ്ങളെ കൂടുതലായിട്ട് ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും 2 വർഷം ടെക്സ്റ്റ് ഒക്കെ പഠിച്ചാണ്, DHIC കോഴ്സ് പഠിച്ചവരാണ്. അപ്പൊ നമുക്ക് സിലബസിനെ കുറിച്ചും ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. അപ്പൊ ആ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനം ഈ 1050 പേജുള്ള K-PARK ടെക്സ്റ്റ് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്നുള്ളൊക്കെ ധാരണ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവാറില്ല. അപ്പൊ ആ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങളെ അവിടെ വിളിച്ചു വരുത്തി നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു ദിവസം ഇത്ര ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തരികയും ആ ടോപ്പിക്കുകൾ നിങ്ങളെ അവിടെ ഇരുത്തി ഞങ്ങൾ മെനക്കെട്ട് നിങ്ങളോടൊപ്പം തന്നെ മെനക്കെടാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മെനക്കെട്ടിരുത്തി നിങ്ങളെ പഠിപ്പിക്കുകയും ആ പഠിച്ച് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പഠിച്ച് നിങ്ങളെ അത് തീർത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട OMR ടെസ്റ്റും അതിനോടൊപ്പം തന്നെ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ടൈറ്റൻ ആപ്പിന്റെ അതിലൂടെ നമുക്ക് കുറച്ചും കൂടെ മികച്ച രീതിയിലുള്ള എക്സാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ആപ്പിൽ എക്സാം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം PSC എക്സാം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ടൈം ലിമിറ്റും നെഗറ്റീവ് മാർക്കിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ആപ്പിനകത്തും അല്ലെങ്കിൽ തന്നെ OMR രീതിയിൽ കറുപ്പിക്കുന്ന രീതിയിലും ഒക്കെ നമുക്ക് പല രീതിയിലുള്ള എക്സാമുകൾ, ആ ദിവസം നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സാമുകളും പഠിച്ച് നിങ്ങളെ അത് ക്ലിയർ ആക്കി തന്നിട്ടേ ഞങ്ങൾ അവിടുന്ന് വിടത്തുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള PSC മോഡൽ OMR എക്സാമുകൾ അത് ഞങ്ങൾ തീർച്ചയായിട്ടും നടത്തുന്നതായിരിക്കും. പിന്നെ നമ്മളോടൊപ്പം ഞങ്ങൾ പഠിച്ച രീതികളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് എക്സ്പേർട്ട് ആയിട്ടുള്ള മറ്റ് നേരത്തെ പഠിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിലൊക്കെ നേരത്തെ ഉൾപ്പെട്ടവരുമായിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ, ഒരു കമ്പൈൻ സ്റ്റഡി ഒക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഓഫ്ലൈൻ എന്നല്ല നമ്മളെ ക്ലാസിന്റെ പേര്, നമ്മൾ ഹൈബ്രിഡ് എന്നാണ് പറഞ്ഞത് അല്ലേ. കാരണം വെറും ഓഫ്ലൈൻ ക്ലാസ് അല്ല, നമ്മുടെ ഓൺലൈനിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിന് അവർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് തരുന്നത്. അപ്പം നമ്മൾ ഇതുവരെ എടുത്ത ഓൺലൈൻ ക്ലാസ്സുകളിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളായിരിക്കും റിവിഷനായിട്ട് അതുമായിട്ട് ചെയ്തു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു പോകുന്ന കാര്യങ്ങൾ നന്നായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ അത്തരം രീതിയിൽ നിങ്ങളെ ഒരു ഓഫ്ലൈനിലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ആയിട്ടൊരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ കുറവുകളും എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് പാടെന്നും അതുമായിട്ട് വരുന്നത് അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ ടൈറ്റന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ്, മന്ത്ലി ഫീസിലാണ് നമ്മൾ ഓടുന്നത്. അപ്പൊ ആ അഫോർഡബിൾ ഫീസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റാങ്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ആ ഡിസ്കഷനും എക്സ്പീരിയൻസും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ടുള്ള ഒരു ആ ഇന്ററാക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ എവിടെയൊക്കെയാണെന്നുള്ളത്
സംശയമുണ്ട്, അതിന്റെ ഫീസ് സ്ട്രക്ചറിനെ പറ്റിയുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാം. എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അടുത്ത സ്ലൈഡിലോട്ട് പോയാലോ? ഓക്കെ, അപ്പം നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ 6-ാം തീയതിയാണ്. ഒക്ടോബർ 6 മുതൽ സൺഡേസിലാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും സൺഡേസിലാണ് ക്ലാസ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒക്ടോബർ 6 മുതൽ നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലാസ് ടൈം എന്ന് പറയുന്നത്, ടൈമിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് 10 മണി മുതൽ 3 മണി വരെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വളരെ വന്ന് എത്താനും പോകാനും ഒക്കെ വളരെ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയവും സ്ഥലത്തുമാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. നമ്മുടെ ഡയറക്ടർ പറഞ്ഞ പോലെ കൊല്ലത്താണ് നമ്മുടെ സെന്റർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ വളർച്ച അനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഓഫ്ലൈൻ ഹൈബ്രിഡ് ടൈറ്റന്റെ ഹൈബ്രിഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊല്ലം കരിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള കോളേജാണ്. നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ വളരെ എല്ലാവർക്കും വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടുത്തെ SBI ബിൽഡിംഗ്, കരിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിനടുത്തുള്ള SBI ബിൽഡിങ്ങിന്റെ 2ാമത്തെ നില, 2nd ഫ്ലോറിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഒരു സംശയമായിരിക്കും നമ്മുടെ സെന്റർ എവിടെയാണ്, കൊല്ലത്ത് കറക്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഒരു 15-20 മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുന്ന ബസ്സും, എപ്പോഴും ബസ് 5 മിനിറ്റോ ഒക്കെ കൂടുമ്പോൾ KSRTCയും പ്രൈവറ്റ് ബസ്സും ഒക്കെ ഉള്ള കൊട്ടാരക്കര റൂട്ടിലോട്ട് പോകുന്ന KSRTCയും പിന്നെ ഇളമ്പള്ളൂർ റൂട്ടിലോട്ട് ഓടുന്ന പ്രൈവറ്റ് ബസ്, എപ്പോഴും ബസ് ഉള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ വന്ന് ഇറങ്ങുന്ന ആ സ്ഥലത്ത് തന്നെയാണ്, ആ ബസ് സ്റ്റോപ്പിന്റെ ജസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് ആയി. ആ ബിൽഡിങ്ങിലാണ് നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഏകദേശം നിങ്ങൾക്ക് വളരെ വന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ആദ്യമേ ചൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കരിക്കോട് TKM എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ സ്ഥലം കറക്റ്റ് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഡയറക്റ്റ് ബസ് റൂട്ടുള്ള സ്ഥലമാണ്. റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ബിൽഡിംഗ്. അപ്പം വളരെ പെട്ടെന്ന് വരാനും പോകാനും ഒക്കെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. അടുത്ത സ്ലൈഡിലോട്ട് പോയാലോ? ഓക്കെ, നമ്മുടെ ഫീസ് സ്ട്രക്ചറിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. നമ്മുടെ ഇതുവരെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ബാച്ചിൽ മാത്രം അഡ്മിഷൻ എടുത്തവർക്ക് 4499 രൂപയാണ്. അപ്പം ആ ക്ലാസ്സിന്റെ ആക്സസ് എന്ന് പറയുന്നത് MCS എക്സാം വരെയാണ്. നമ്മുടെ ആ ഓൺലൈൻ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ, ഇപ്പം നമ്മളെ ക്ലാസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരും കൂടെ അറിയാനാണ് നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. വീക്കിലി ആൻഡ് മന്ത്ലി എക്സാം, ക്ലാസ്സുകൾ എടുക്കുന്നതനുസരിച്ചിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വീക്കിലി ആൻഡ് മന്ത്ലി എക്സാമുകളുണ്ട്. ഡെയിലി പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. അത് എന്നും മുടങ്ങാതെ നമ്മൾ ഇപ്പോൾ ഇതുവരെ തുടങ്ങിയ മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. കൂടാതെ തന്നെ നമ്മൾ എക്സാം നടന്നതിന് ശേഷമുള്ള തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ആ കഴിഞ്ഞ എക്സാമുമായിട്ടുള്ള ആ ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ നമ്മൾ നേരിട്ട് നടത്താറുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് സംശയങ്ങളെല്ലാം നിങ്ങൾക്കത് ദൂരീകരിച്ച് പോകാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് സംശയം അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ പഠിക്കുന്ന ആരെങ്കിലുമായിട്ട് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താണ് പോകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അതിനെപ്പറ്റി അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, പുതിയതായി ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ 600 രൂപ മന്ത്ലി ആണ് ഫീസായിട്ട് മേടിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഓഫ്ലൈൻ ക്ലാസ്സിൽ കൂടുതലായിട്ടും K-PARK ക്ലിയറൻസും OMR എക്സാമും കമ്പൈൻ സ്റ്റഡിയും അതുമായിട്ട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ഒക്കെ ആയിരിക്കും ഉള്ളത്. അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിനെ അറേഞ്ച് ചെയ്ത് ക്ലാസ്സുകളും അതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അഡ്മിഷൻ ഫീസ് 250 രൂപയും ആദ്യമായി ജോയിൻ ചെയ്യുന്നവർക്ക്, ക്ലാസ്സും പിന്നെ മന്ത്ലി 600 രൂപയാണുള്ളത്. ഇനി ഹൈബ്രിഡ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നിലവിൽ ഓൺലൈൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ വന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കൂടെ ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഹൈബ്രിഡ് കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. 4499 രൂപ
ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ ക്ലാസ്സിന്റെയും ഓഫ്ലൈൻ്റെത് 500 രൂപയാണ്. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മന്ത്ലി ഫീസ് 500 രൂപയാണ്. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഓൺലൈനിലും കൂടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, ഓൺലൈനും ഓഫ്ലൈനും കൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഓൺലൈൻ്റെ ഫീസിനോടൊപ്പം തന്നെ മന്ത്ലി 500 രൂപയാണ് ഓഫ്ലൈന് വേണ്ടി അടയ്ക്കേണ്ടതുള്ളൂ. നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അഡ്മിഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. കൂടാതെ ഒക്ടോബർ 5 വരെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഈ പറയുന്ന രീതിയിൽ അഡ്മിഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ആപ്പിന്റെ പ്രത്യേകതകളെ പറ്റി നിങ്ങളെ ഒന്ന്, നമ്മുടെ ക്ലാസ്സുകൾ ഇല്ലാത്തവരാണെങ്കിൽ, പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, നമ്മുടെ ആപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാനായിട്ട് ടൈറ്റന്റെ ഒരു കോർഡിനേറ്ററിനെ ഞാൻ ക്ഷണിക്കുന്നു. അപ്പൊ നമുക്കിനി നമ്മുടെ ആപ്പിനെ പറ്റി ഒന്ന് നോക്കാം. നമ്മുടെ ആപ്പ് എന്ന് പറയുമ്പോൾ നിലവിൽ പ്ലേ സ്റ്റോറിൽ എയർലി ആക്സസ് സ്റ്റേജിൽ കിടക്കുകയാണ്. ഗൂഗിളിന്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയ ശേഷം എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉടനെ വരും. അപ്പം അതിനുവേണ്ടി ആദ്യത്തെ നമ്മുടെ മന്ത്ലി എക്സാം കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ഫോം വഴിയാണ് നടത്തിയത്. അതിനകത്ത് വന്ന മെയിനായിട്ടുള്ള പോരായ്മ, നമ്മളൊരു PSC എക്സാം വെച്ച് നോക്കുമ്പോൾ ഉണ്ടായ മെയിനായിട്ടുള്ള പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് മാർക്കിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ്, അത് രണ്ടും നമുക്കൊന്ന് പ്രോപ്പറായിട്ടൊരു ഗൂഗിൾ ഫോം വഴി നടത്തുന്ന എക്സാമിൽ ഒന്ന് സെറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആപ്പ് ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ ചെറിയ പീരീഡിനുള്ളിൽ നമ്മളിപ്പോൾ ടൈറ്റൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ഇന്ന് 29 ജൂലൈ 28 നമ്മൾ കഴിഞ്ഞ ഓറിയന്റേഷൻ വെച്ച് 2 മാസം ആകുന്നുള്ളൂ. 2 മാസത്തിനുള്ളിൽ നമ്മൾ ആപ്പും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സിലേക്ക് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആപ്പിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തേത് തന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ PSC എക്സാമിനെ പറ്റി അറിയാലോ. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കിയാൽ 1 മാർക്കും, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിച്ചാൽ 0.33, ശരിയായ ക്വസ്റ്റ്യനിൽ നിന്നും 0.33 വെച്ച് കുറയും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവ് മാർക്കിന്റെ, അല്ലെങ്കിൽ അങ്ങനെ ശീലിക്കുന്നതിന്റെ, നെഗറ്റീവ് മാർക്കുള്ള എക്സാമുകൾ എഴുതി ശീലിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഇപ്പൊ നമ്മൾ ഓഫ് ഹാൻഡ് ആയിട്ട് വെറുതെ പോയൊരു എക്സാം എഴുതുക, അപ്പൊ നെഗറ്റീവ് വരെ കിട്ടാൻ വേണ്ടി നമുക്ക് ഫൈനൽ വരുമ്പോൾ, അപ്പം ഫൈനൽ മാർക്ക് വരുമ്പോൾ ഇപ്പൊ ഒരു PSC എക്സാമിനകത്ത് പോയിന്റിന്റെ ഡിഫറൻസ് വരെ വെച്ചാണ് റാങ്കുകൾ പോകുന്നത്. ആ ഒരു റീസൺ കാരണം ഇപ്പം മെയിൻ ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും തമ്മിലുള്ള മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററിയും തമ്മിലുള്ള ഡിഫറൻസ് വരെ 0.33 വ്യത്യാസത്തിന് വരെയാണ് LDC LGS പോലത്തെ വലിയ വലിയ പരീക്ഷകൾ. നമ്മുടെ എക്സാം ആയാൽ പോലും നമ്മുടെ 2019 നടന്ന എക്സാമിന് അത്ര കട്ട് ഓഫ് ഇല്ലെങ്കിൽ പോലും 2023 ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിന് കുറച്ചുകൂടെ കട്ട് ഓഫ് കൂടുതലായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ നമ്മുടെ കാസർഗോഡ് പോലത്തെ ജില്ലകളിൽ 0.3 അല്ലെങ്കിൽ 2 മാർക്ക് വരെ കട്ട് ഓഫ് വന്നു. എന്നാൽ ഈ വട്ടത്തെ എക്സാമിന് നേരെ മാറി 30-40 ഒക്കെയാണ് കട്ട് ഓഫ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വളരെ ചെറിയ പോയിന്റിന്റെ പോലും വ്യത്യാസം വരുന്നത് പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് കുറെ കുട്ടികൾ പറഞ്ഞു, കുറെ നെഗറ്റീവ് അടിച്ചടാ, അതുകൊണ്ട് നമ്മുടെ റാങ്ക് കുറെ പുറകെ പോകാൻ തോന്നുന്നു. അങ്ങനെ 2-3 പേര് വന്ന് പറഞ്ഞ് അവർ 100 എണ്ണം അറ്റൻഡ് ചെയ്തു. അങ്ങനെയുള്ള ഒരു ലിസ്റ്റിൽ പോലും വന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് വേണം നല്ല രീതിയിൽ പോകാൻ. അപ്പൊ നമ്മുടെ ആപ്പിൽ പ്രോപ്പർ ആയിട്ട് 0.33 മാർക്ക് വെച്ച് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ പോകുന്ന വഴി, അല്ലെങ്കിൽ അങ്ങനെ എക്സാം എഴുതി ശീലിക്കുന്ന വഴി ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കറക്കി കുത്തുന്ന പ്രവണത നല്ല രീതിയിൽ കുറയും. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് പോകാൻ പറ്റും. അടുത്ത ഒരു പോയിന്റ് ആണ് നമ്മുടെ റാങ്കിങ് സിസ്റ്റം. അതായത് ഇപ്പൊ ചില എക്സാംസ് സിമ്പിൾ ആയിരിക്കും, ചില എക്സാംസ് കുറച്ച് ടഫ് ആയിരിക്കും. നമ്മളിപ്പം ടൈറ്റിൽ ഇടാൻ പോകുന്നു. അപ്പം അതനുസരിച്ച് നമ്മളിപ്പം എനിക്ക് 10-9 കിട്ടി, അപ്പം നല്ല റാങ്ക് കാണുമെന്ന് പ്രതീക്ഷിച്ചാൽ കാര്യമില്ല. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ എല്ലാവർക്കും മാർക്ക് കിട്ടും. അപ്പം ആ ഒരു രീതി വരുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ട് തന്നെ 0.33 അങ്ങനെ ചെറിയ ഡിഫറൻസ് വരെ നമ്മുടെ റാങ്കുകൾ വ്യത്യാസപ്പെടാം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പഠിത്തത്തെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ റാങ്കിങ് സിസ്റ്റം സഹായിക്കും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആദ്യത്തെ എക്സാമിന് എനിക്ക് 5ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. അടുത്തൊരു എക്സാം വന്നപ്പോൾ എനിക്ക് 10 ആയി. അപ്പൊ എന്റെ പഠിക്കുന്ന സ്റ്റൈല് പോരാ, അല്ലെങ്കിൽ എഫേർട്ട് ഇടുന്നത് പോരാ, ഞാൻ കൂടുതൽ വർക്ക് ചെയ്യണം. അതുപോലെ അതിന് പകരം 5ാമത്തെ റാങ്കിന് എനിക്ക് 3 ആയി എന്റെ പോകുന്ന ഒരു സ്റ്റൈൽ ഓക്കെയാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ പോയാൽ ബെസ്റ്റ് ആയിട്ട് പോകാം. നമ്മളെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഈ റാങ്കിങ് സിസ്റ്റം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അടുത്ത 3ാമത്തെ പോയിന്റ് ആണ്, മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടൈം മാനേജ്മെന്റ്. അതിപ്പം പറയുവാണെങ്കിൽ നമ്മുടെ PSC എക്സാമിന് നമുക്ക് ടോട്ടൽ ഉള്ള 100 ക്വസ്റ്റ്യൻ ആണ്. 100 ക്വസ്റ്റ്യനിൽ നമുക്ക് ആകെ കിട്ടുന്ന സമയം 1.5 മണിക്കൂർ, അല്ലെങ്കിൽ എത്ര 90 മിനിറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്നുള്ള രീതിയിൽ പോലും നമുക്ക് കിട്ടുന്നില്ല.
അത് കൂടാതെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അതൊക്കെ വായിച്ചെടുക്കാൻ തന്നെ നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡോളം വേണം ക്വസ്റ്റ്യൻസ് ഫുള്ള് വായിക്കാൻ. പിന്നെ മനസ്സിലാവാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് വീണ്ടും വായിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 30 സെക്കൻഡ് ആ ഒരു കാലയളവിനുള്ളിൽ തന്നെ എഴുതി തീർക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആ ടെൻഷനെയും തരണം ചെയ്യണം, ഈ ടൈമിനെയും നമ്മൾ തരണം ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എക്സാം എഴുതി പോകുന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻ കണ്ട് പരിചയമുണ്ട്, പക്ഷെ ആ ഒരു മൊമെന്റ് കിട്ടുന്നില്ല, അവസാനം നോക്കിയാൽ കിട്ടുക എന്നുള്ള രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം. അത് നമ്മുടെ ഞാൻ ഇപ്പം ആപ്പ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പം ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ആപ്പിൽ ഫ്ലാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്, അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ PSC നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച ശേഷം 100 എണ്ണവും കഴിഞ്ഞു, നമുക്ക് ഏതൊക്കെയാണ് ഡൗട്ട് ഉള്ളതെന്ന് ഒന്നുകൂടെ നോക്കിയെടുക്കാനുള്ള സമയവും നമുക്ക് വേണം. അപ്പൊ അതനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു നല്ല മാർക്ക് അല്ലെങ്കിൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അടുത്ത ഒരു പോയിന്റ് ആണ് ഓവർവ്യൂ അനാലിസിസ്. അതായത് ഇപ്പൊ നമ്മുടെ ആപ്പിൽ കാണാൻ പറ്റും, അതായത് ഇപ്പൊ ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ 60 എണ്ണം അറ്റൻഡ് ചെയ്തു. അപ്പൊ പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റും 60 എണ്ണം അറ്റൻഡ് ചെയ്തു, 40 എണ്ണം അറ്റൻഡ് ചെയ്തില്ല, 60 എണ്ണം അറ്റൻഡ് ചെയ്ത് എത്ര എണ്ണം തെറ്റുണ്ട്, എത്ര എണ്ണം ശരിയുണ്ട്. അതുപോലെ തന്നെ ഒരു പൈ ചാർട്ട് അല്ലെങ്കിൽ ബാർ ഡയഗ്രാം പോലെ നമ്മുടെ അനാലിസിസ് എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണോ എഴുതിയത് ഇല്ലെങ്കിൽ ആ എഴുതിയ ബേസ് ചെയ്ത് പ്രോപ്പർ ഒരു ഓവർവ്യൂ കാണിച്ചിരിക്കും. നമുക്കിനി ജസ്റ്റ് ഒന്ന് ആപ്പ് കണ്ടാലോ. ഇതാണ് നമ്മുടെ ആപ്പിന്റെ ഐക്കൺ വരുന്നത്. ഉടനെ തന്നെ പ്ലേ സ്റ്റോറിൽ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടാവും. അത് നമ്മുടെ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഉള്ള നമ്മുടെ ലോഗിൻ പേജ് ഇതാണ്. ലോഗിൻ പേജ് വരുമ്പോൾ കാൻഡിഡേറ്റ് കോഡ്, അതായത് നമ്മുടെ ടൈറ്റിലെ സ്റ്റുഡൻസിന് എല്ലാവർക്കും നിലവിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് എത്തിയിട്ടില്ല. ആപ്പ് അടുത്ത മന്ത്ലി എക്സാമോടെ ഒരു ഒക്ടോബർ ആദ്യത്തോടു കൂടി അവർക്ക് ലഭ്യമാക്കുന്ന രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കോഡ് വെച്ച് നോക്കാം. ടൈറ്റൻ സ്റ്റുഡന്റ് എന്നുള്ള ഒരു കോഡ് വെച്ച്, ഇതിപ്പോ ഡെമോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ ആപ്പിന്റെ ഒരു ഇന്റർഫേസ് ഇതാണ്. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ടൈറ്റൻ സ്റ്റുഡന്റ് അവിടെ മാറി നമ്മുടെ ഇപ്പോൾ ഓരോരുത്തരുടെ പേര് അനുസരിച്ച് അവിടെ പേര് വരും. അതുപോലെ തന്നെ ഇപ്പൊ ഷെഡ്യൂൾഡ് ആയിട്ട് ഒരു എക്സാം കിടപ്പുണ്ട്. ഇതൊരു ട്രയൽ എക്സാം ആയിട്ട് ഞങ്ങൾ ഡെമോയ്ക്ക് വേണ്ടി ഇട്ടാണ്. അപ്പൊ നമുക്ക് ആ ടൈം ഷെഡ്യൂൾ ചെയ്യാം. അതായത് ഇപ്പോൾ എക്സാം മന്ത്ലി എക്സാം വെക്കുവാണെങ്കിൽ ഒരു ഒക്ടോബർ 5 രാത്രി മുതൽ ഒക്ടോബർ 6 രാത്രി 8 മണി വരെ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ ആവുന്നു അപ്പോൾ വന്ന് എക്സാം എഴുതാം. പക്ഷെ എഴുതി തുടങ്ങുക എക്സാമിന്റെ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ പിന്നെ ടൈമർ ഉണ്ട്. ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതി തീർക്കാനുള്ള സമയം. നേരത്തെ പറഞ്ഞ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി. അതുപോലെ നമുക്ക് ആ ക്യൂസസ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വേറെ ക്യൂസസിന്റെ ഓപ്ഷൻസ് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ക്യൂസസ് ഇവിടെ കാണിക്കും. എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാമുകൾ ഇവിടെ കാണിക്കും. അതുപോലെ നമ്മുടെ ഓരോ എക്സാമിന് ശേഷമുള്ള റിപ്പോർട്ട്സ് എങ്ങനെയാണ് നമ്മുടെ പോക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രസ്, ആ റിപ്പോർട്ട്സ് ഒക്കെ അവിടെ വരും. നമുക്ക് ജസ്റ്റ് ഒരു എക്സാം ട്രയലായിട്ട് എഴുതി നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹാലിറ്റോസിസ് എന്താണെന്നുള്ളത്. അതിന് ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് ആൻസറുകൾ എഴുതി വെറുതെ വിടുകയാണ്. ബാഡ് ബ്രെത്ത് എന്ന് കൊടുത്തു. അടുത്തത് എക്സസീവ് സ്കെയിലിംഗ് ഓഫ് സ്കാൽസ്കിൻ ഡാൻഡ്രഫ് എന്ന് കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ഡൗട്ടാണ്. അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പം മുകളിലത്തെ ഈ ഫ്ലാഗ് കാണാൻ, ഫ്ലാഗ് ഞെക്കി കഴിഞ്ഞാൽ എനിക്കിത് മാർക്ക് ചെയ്യാം. അതായത് ഇപ്പം മുകളിലത്തെ ആ 3 ലൈൻ കാണാലോ, ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് ആൻസർ ചെയ്തേക്കുന്നത്, റിവ്യൂവിന് വേണ്ടി ഏതൊക്കെയാണ് വെച്ചേക്കുന്നത്, ഏതൊക്കെയാണ് ആൻസർ ചെയ്യാത്തത്, അതുപോലെ ഏതാണ് ഇപ്പം ഞാൻ കറന്റ് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. നമുക്ക് റാൻഡമായിട്ട് കുറച്ച് ആൻസറുകൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കുറച്ച് നമ്മുടെ എങ്ങനെയാണ് ഫൈനൽ ഓവർവ്യൂ വരുന്നില്ല, റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് കാണാൻ വേണ്ടി കുറച്ച് ആൻസറുകൾ മാർക്ക് ചെയ്ത് 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തൽക്കാലത്തേക്ക് ഞങ്ങൾ 10 ക്വസ്റ്റ്യൻ കിട്ടുന്ന 10 മിനിറ്റ്. പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല ടൈമിങ്. മോളിൽ കാണാൻ ടൈം റിമൈനിങ് കാണാം. അപ്പം ഇങ്ങനെ ആയിരിക്കില്ല പ്രോപ്പർ ആയിട്ട് എക്സാം. ഇതിപ്പോൾ ഡെമോയ്ക്ക് വേണ്ടി ഇട്ടാണ്. അപ്പൊ ഇത്രയും 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ഇവിടെ സബ്മിറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. എനിക്ക് ഇൻ കേസ് ആ റിവ്യൂ ചെയ്ത ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ ഇവിടെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫ്ലാഗ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് എനിക്ക് തിരിച്ചിവിടെ വരാം. ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് കെയർ ഓഫ് ഫീറ്റ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലിൽ ഫീറ്റിൽ എന്താണ് പറ്റുന്നത്, പൊടി പറ്റുമ്പോൾ പോഡിയാട്രിക്. നമ്മൾ ഇങ്ങനത്തെ ട്രിക്കി കോഡ്സ് വഴിയാണ് എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് കുറച്ച് ആൻസറുകൾ ഞെക്കിയിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, ഞാൻ 10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ട്. ഒന്നും അറ്റൻഡ് ചെയ്യാതെ വിട്ടിട്ടില്ല. എനിക്ക് 3 എണ്ണം കറക്റ്റ് ആൻസർ ആയി. റാൻഡമായിട്ട് ക്ലിക്ക് ആക്കി എനിക്ക് 3 ആൻസർ ശരിയായിട്ടുണ്ട്. റോങ് ആയിട്ട് 7 ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പോസിറ്റീവ് മാർക്ക് കിട്ടിയ 3 മാർക്കും നെഗറ്റീവ് ആയിട്ട് എനിക്ക് 2.31 നോക്കണം. എനിക്ക് 3 മാർക്ക് കിട്ടേണ്ടതാണ്. എന്റെ നെഗറ്റീവ് അടിച്ചുകൊണ്ടാണ് എനിക്ക് 2.31 ആയത്. അതുപോലെ ടൈം ടേക്കൺ 1 മിനിറ്റ് 24 സെക്കൻഡ്.
ഇൻ കേസ് ഇപ്പൊ രണ്ടുപേർക്ക് സെയിം റാങ്ക് വന്നു, 10ൽ 9 മാർക്ക് വന്നു, അപ്പൊ അതിൽ ആര് മുകളിൽ പോകും എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനാണ് ഈ ടൈം ടേക്കൺ. ഏറ്റവും ചെറിയ ടൈം അല്ലെങ്കിൽ കുറഞ്ഞ ടൈമിൽ ആരാണോ എക്സാമിന് ഏറ്റവും ഉയർന്ന മാർക്ക് മേടിക്കുന്നത് അവരായിരിക്കും ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഉയർന്ന റാങ്ക് വരുന്നത്. അപ്പോൾ ഓവർവ്യൂ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പൈ ചാർട്ടിൽ നമ്മളാണ്ട് 70% ആൾക്കാർ അതിന്റെ ഉത്തരം തെറ്റായിരുന്നു. ഞാൻ ഒന്നും അറ്റൻഡ് ചെയ്യാതിരുന്നില്ല, എല്ലാം അറ്റൻഡ് ചെയ്തത്, അതുകൊണ്ട് ഇതിനകത്തില്ല. ഇനി റിസൾട്ട് ഇപ്പം ഇതുവഴി നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് എന്റെ തെറ്റിയത് ശരിയായത് ഒന്നും അറിയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വന്നു, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഷെഡ്യൂൾഡ് ക്യൂസിനകത്ത് എൻ സെറ്റ് 30 നാളെ 8 മണിക്ക് ഈ ക്യൂസ് തീരത്തുള്ളൂ. അത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഈ റിപ്പോർട്ട്സിൽ കയറിയാൽ നമുക്ക് സ്കോർ കാണാം, ഏതൊക്കെയാണ് തെറ്റിയത്, അല്ലെങ്കിൽ എന്താ നമ്മുടെ റാങ്ക് എത്രയാണ്, മറ്റുള്ള റാങ്കും എല്ലാം വരുന്നത് ഈ ഷെഡ്യൂൾഡ് പീരീഡ് കഴിഞ്ഞ ശേഷമേ ഉള്ളൂ. അത് അതിനുശേഷം നമ്മൾ ഗ്രൂപ്പിൽ വിടും. അതുപോലെ ഇപ്പൊ നമ്മുടെ ക്യൂസസ് കയറി കഴിഞ്ഞാൽ വ്യൂ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിന്റെ ഇത് കിട്ടും. വീണ്ടും ഒന്നുകൂടെ എഴുതണമെങ്കിൽ ഈ പ്രാക്ടീസ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ എക്സാം എഴുതാം. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ട് പ്രാക്ടീസ് ക്യൂസ് ഞെക്കിയാലും നമുക്ക് വെറുതെ എക്സാംസ് എഴുതാം. അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ലോഗിൻ ഐ ഡി സ്റ്റുഡൻസിന്റെ. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു പാസ്വേഡ് തരും, ആ പാസ്വേഡ് നമുക്ക് വേണേൽ ചേഞ്ച് ചെയ്യാം. ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആപ്പിന്റെ ഫീച്ചേഴ്സ്. ഉടനെ തന്നെ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോർ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഓൺലൈനിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ കണ്ടതിന് ശേഷം ഈ സെഷൻ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് ബാച്ചിനെ പറ്റിയുള്ളൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈനും ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ പ്രത്യേകത നമ്മൾ ഇതുവരെ തുടങ്ങിയപ്പോൾ ഇതുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ ഡെയിലി പോളുകൾ, ഡെയിലി വീക്കിലി എക്സാം, മന്ത്ലി എക്സാമും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാമാണ്. പക്ഷേ എന്നാൽ പുതിയതായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ അഡ്മിഷൻ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ MCS എക്സാമിന് വേണ്ടിയുള്ള ഓൺലൈൻ ബാച്ചിന്റെയും ഓഫ്ലൈൻ ബാച്ചിന്റെയും ഹൈബ്രിഡ് ബാച്ചിന്റെയും അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ കഴിയും. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ കീ ഹൈലൈറ്റുകളാണ് വീക്കിലി ആൻഡ് മന്ത്ലി എക്സാം. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് ആ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വീക്കിലിയും മന്ത്ലിയും എക്സാമുകളായിട്ട് നടത്താറുണ്ട്. അപ്പോൾ വളരെ ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആപ്പിലേക്ക് നമ്മുടെ എക്സാമുകൾ മാറുന്നതായിരിക്കും. അപ്പൊ കുറച്ചും കൂടെ ഒരു നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് PSC എക്സാമിന്റെ ഒരു മോഡലിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയും. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എന്നാൽ സ്കില്ലുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും അവർക്ക് പ്രായം കുറവെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവർ പഠിപ്പിച്ചുകൂടാ എന്നുള്ള അയിത്വമൊന്നും നമ്മൾ കൽപ്പിച്ചിട്ടില്ല. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ആർക്കാണെങ്കിലും നമ്മൾ അവരെ സ്വീകരിക്കുന്നതായിരിക്കും. നമ്മുടെ ഫീസ് സ്ട്രക്ചർ അഫോർഡബിൾ ആണ്. നമ്മൾക്ക് ക്വാളിറ്റി വെച്ചിട്ട് തന്നെയാണ്, ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഫീസ് സ്ട്രക്ചർ അത്രയും കുറച്ച് വെച്ചിരിക്കുന്നത്. അത്രയും ഫീസ് കുറവാണെങ്കിൽ പോലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എക്സാമുകൾക്ക് ശേഷമുള്ള മന്ത്ലി എക്സാമുകൾക്ക് ശേഷമുള്ള വരുന്ന ദിവസങ്ങളിൽ നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ എക്സാമുകളുമായി ബന്ധപ്പെട്ടുള്ള ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ പാനലായിട്ട് നിന്ന് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ മറ്റു ചില കീ പോയിന്റ്സ് ആണ് നമ്മുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻ ക്ലാസ്സുകളും ഡെയിലി പോൾ ക്വസ്റ്റ്യൻസും. പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം, നമ്മുടെ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും വിളിക്കാനായിട്ടുള്ള 24/7 ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. പിന്നെ നമ്മളെ ഇന്ററാക്റ്റീവ് സെഷൻസ് വെക്കാറുണ്ട്, ആസ്പിറൻസുമായിട്ട് ഇന്ററാക്റ്റീവ് സെഷൻസ് വെക്കാറുണ്ട്. അപ്പൊ അത്ര ഇന്ററാക്റ്റീവ് സെഷൻസ് ഒന്നും കൂടെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓഫ്ലൈൻ പ്ലസ് ഹൈബ്രിഡ് കോഴ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നിങ്ങളുടെ പോരായ്മകൾ ഞങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുകയും അതോടൊപ്പം തന്നെ നിങ്ങളെ ഉയർത്തിയെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറ്റുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ബാച്ചിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ പൂർണ്ണ മനസ്സോടെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഞങ്ങൾ ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാളിലും തുടർന്നും കൂടുതലായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇനി പറയുന്ന
ഓഫ്ലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ബാച്ചുകളോ ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചാറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ അതിന് മറുപടി തരുന്നതായിരിക്കും. എന്തെങ്കിലും നിലവിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കോണ്ടാക്ട് നമ്പർ നമ്മൾ ചാറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പോസ്റ്ററുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കൽ കോർഡിനേറ്റേഴ്സിന്റെയും അഡ്മിഷൻ കോർഡിനേറ്റേഴ്സിന്റെയും നമ്പറുകൾ നമ്മുടെ പോസ്റ്ററുകളിലുണ്ട്. ആ പോസ്റ്ററുകൾ നിങ്ങൾക്ക് നോക്കി അതിനകത്ത് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഓൺലൈൻ ഫീസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 4,499 രൂപയാണ്. ഹൈബ്രിഡും കൂടെ എടുക്കുന്നതായിരിക്കും നല്ലത്. പറ്റുമെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ എത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓൺലൈനിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ കൂടുതൽ കൺവീനിയന്റ് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൺലൈൻ മാത്രം പഠിക്കാനാണെങ്കിൽ 4,499 രൂപയും, ഓഫ്ലൈനിൽ നിലവിലുള്ള ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഈ ഓൺലൈൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിലോട്ട് മാറാൻ വേണ്ടി ഓഫ്ലൈനിലൂടെ അവർക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, ചാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് 500 രൂപയാണ് മന്ത്ലി ഫീസ്. ഇനി ഓഫ്ലൈൻ മാത്രം മതി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടില്ല, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളെ പരീക്ഷിക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് വരുന്നവരാണെങ്കിൽ 600 രൂപയാണ് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്ക് അഡ്മിഷൻ ഫീസും. അതിനോടൊപ്പം തന്നെ മന്ത്ലി 600 രൂപയാണ് ഫീസ്. ഏകദേശം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ പറയുന്ന ഫീസ് സ്ട്രക്ചർ. നോട്ടിഫിക്കേഷന്റെ കാര്യം, നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ചിലെ സ്റ്റുഡൻസിനും കൂടെ പരീക്ഷ എഴുതാൻ രീതിയിൽ അവരും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള രീതിയിൽ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് നിലവിൽ ഇപ്പോൾ ഒരു അവസ്ഥ പറയാൻ സാധിക്കില്ല. എന്നാൽ ഉടനെ തന്നെ പരീക്ഷ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പരീക്ഷ വന്ന് നമ്മുടെ മൂട്ടിൽ കയറിയിട്ട് നമ്മൾ പഠിക്കാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഡെയിലി അതിന് മുമ്പേ നമ്മൾ തയ്യാറെടുത്ത് ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ ഓരോ ദിവസവും കുറേശ്ശെയായിട്ട് പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ല. റാങ്ക് ലിസ്റ്റിൽ മുകളിൽ വരാൻ ഏറ്റവും സാധ്യമായിട്ട് പറ്റുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുന്നതാണ്. അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ മറ്റ് കാര്യങ്ങളൊന്നും നോക്കി നിൽക്കേണ്ട. നോട്ടിഫിക്കേഷൻ ഇനി താമസിക്കുമെന്നോ അല്ലെങ്കിൽ ഉടനെ പരീക്ഷ വരുത്തില്ലെന്നോ ഒക്കെ പറഞ്ഞ് മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും കുറേശ്ശെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാം ടൈം എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു നല്ല ലെവലിലോട്ട് എത്തിച്ചേരാൻ പറ്റും. അവസാനം എല്ലാം കൂടെ ചവറ് പോലെ ഇരുന്ന് വാരി വലിച്ചിരുന്ന് വീഡിയോസ് ഒക്കെ കണ്ടിരുന്ന് പഠിക്കാനുള്ളത് അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കാം. പക്ഷെ അതൊരു നല്ല മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ. ഇനി നമ്മുടെ പ്ലേസും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ സ്ഥലവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം. ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് മാറാൻ അല്ലെങ്കിൽ വരാനായിട്ട് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് അഡ്മിഷൻ എടുക്കാൻ പുതുതായിട്ട് താല്പര്യം ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് ഇടുക. നമുക്ക് അവരെ സംശയങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. എത്ര മന്ത് കോഴ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ MCS എക്സാം എന്ന് വരുന്നോ അതുവരെയുള്ള കോഴ്സാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഫീസ് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ അവസരമുണ്ട്. 3,500 രൂപ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും പിന്നെ ബാക്കി 1000 എക്സാം എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതിനോട് പകുതി എത്തുന്ന സമയത്തുമാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റാൾമെന്റ് സൗകര്യം അവൈലബിൾ ആണ് ഓൺലൈനിൽ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ?
മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് എൻഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് എൻഡ് ചെയ്താലോ? അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോസ്റ്ററിനകത്ത് നമ്മുടെ പേജിനകത്തൊക്കെ നോക്കിയാൽ നമ്മുടെ അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ആലപ്പുഴയും അങ്ങോട്ടുള്ള ജില്ലകളിലൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ സ്ട്രെങ്ത് നമ്മുടെ നിലവിൽ ഇപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതുപോലെ തന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്ട്രെങ്ത് ഉണ്ട്, കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് ഓടിച്ചു പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തുടങ്ങുന്നതാണ്. അപ്പൊ നമുക്ക് വൈൻഡ് ചെയ്യാം മീറ്റിംഗ്. അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് എല്ലാവർക്കും ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് മീറ്റിംഗ് എൻഡ് ചെയ്യാം.